കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് കളക്ടറുടെ വസതിയിൽ നടന്ന ചർച്ച പൂർത്തിയായി. അൽമായ വിഭാഗം, ഔദ്യോഗിക വിഭാഗത്തിന്റെയും പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തു. ഇന്ന് രാത്രി 10:30-ന് 21 വൈദികരുമായി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി ചർച്ച നടത്തും. ക്രമസമാധാന പ്രശ്നം ഉണ്ടാകരുതെന്നാണ് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടതെന്ന് എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് പറഞ്ഞു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ബിഷപ്പ് ഹൗസിൽ നടന്ന അനിഷ്ട സംഭവങ്ങളുടെ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു കളക്ടർ ചർച്ച നടത്തിയത്. ഈ ചർച്ചയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉരുത്തിരിഞ്ഞത്? സമവായ ശ്രമം ഉണ്ടായോ? നീലിമ, ഇന്ന് രാത്രി 10:30 ബിഷപ്പ് ഹൗസിൽ വീണ്ടും ഒരു ചർച്ച നടക്കുന്നുണ്ട്. ആ ചർച്ചയിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ വരിക. അതായത് 21 വൈദികരുമായി, പ്രാർത്ഥനാ യജ്ഞം നടത്തുന്ന 21 വൈദികരുമായിട്ട് ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി ചർച്ച നടത്തും. അതിൽ ഈ കഴിഞ്ഞ ദിവസം തന്നെ 21 വൈദികരിൽ 6 പേരെ സസ്പെൻഡ് ചെയ്തിരുന്നു. 15 പേർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. ഇതടക്കമുള്ള വിഷയങ്ങളായിരിക്കും ഇന്ന് 10:30 നടക്കുന്ന ചർച്ചയിൽ ഉണ്ടാകുക. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അതായത് നേരത്തെ തലശ്ശേരിയിലേക്ക് പുറപ്പെട്ട ജോസഫ് പാംബ്ലാനി നിലവിൽ എറണാകുളത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ബിഷപ്പ് ഹൗസിൽ 21 വൈദികരുമായിട്ട് ചർച്ച നടത്തിയതിനു ശേഷമായിരിക്കും അദ്ദേഹം തിരികെ പോവുക. ഇന്ന് കളക്ടറുടെ വസതിയിൽ ചേർന്ന യോഗത്തിൽ, ചർച്ചയിൽ പ്രധാനമായിട്ടും ഉന്നയിച്ച ഒരു ആവശ്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ 21 വൈദികരുമായിട്ട് നിലവിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണമെന്നുള്ള ഒരു ആവശ്യം തന്നെയായിരുന്നു. അൽമായ മുന്നേറ്റ സമിതി പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള വൈദികർ ഇന്ന് കളക്ടറുടെ മുന്നിൽ മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട ആവശ്യം. അത് അംഗീകരിച്ചുകൊണ്ടാണ് നിലവിൽ ഈ 10:30 ചർച്ച നടത്താൻ ഉദ്ദേശിക്കുന്നത്. കളക്ടർ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഈ സമാധാനപരമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ചർച്ച നടത്തിയത്. ഒപ്പം തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ ജോസഫ് പാംബ്ലാനിയുമായിട്ട് രാത്രി 10:30 ചർച്ച നടക്കുകയും ചെയ്യുന്നുണ്ട്. ക്രമസമാധാന പ്രശ്നം ഉണ്ടാകരുത് എന്നുള്ളതാണ് തങ്ങളുടെ ആവശ്യം, അതായത് ജില്ലാ ഭരണകൂടത്തിന്റെ ആവശ്യം. വളരെ ചർച്ച പോസിറ്റീവായിരുന്നു. വൈദികർക്കെതിരെ കേസെടുത്തതുമായി ബന്ധപ്പെട്ട് 21 വൈദികർക്കെതിരെ കഴിഞ്ഞ ദിവസം പോലീസ് കേസെടുത്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ചർച്ചകളും നടന്നില്ല. മറിച്ച് ഈ ആഭ്യന്തരമായിട്ട് ഈ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ചർച്ചയിൽ പ്രധാനമായിട്ടും ഉന്നയിക്കപ്പെട്ടത്. എന്തായാലും അൽമായ മുന്നേറ്റ സമിതിയും പറയുന്നത് ചർച്ച പോസിറ്റീവായിരുന്നു. ഇനി ജോസഫ് പാംബ്ലാനിയുമായിട്ട് രാത്രി 10:30 നടത്തുന്ന ചർച്ചയിലും പ്രതീക്ഷയുണ്ട്. വിഷയങ്ങൾ അവിടെ കൂടുതലായിട്ട് പരിഗണിക്കപ്പെടും എന്ന് തന്നെയാണ് അൽമായ മുന്നേറ്റ സമിതിയുടെ പ്രതിനിധികൾ മാധ്യമങ്ങളോട് വിവരങ്ങൾ പങ്കുവച്ചത്.